മീൻ മേടിക്കാൻ പോയിട്ട് വന്നപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിലും പകരത്തിന് കായലിലെ കൊഞ്ച് കിട്ടി. കൊഞ്ചത്ര വലിയ കൊഞ്ചൊന്നും അല്ലായിരുന്നു, പക്ഷേങ്കിൽ ഇത് ഒഴിച്ചേറി വെക്കാൻ സൂപ്പറാ. എന്തായാലും കൊഞ്ചും കൊണ്ടുവന്നപ്പം പച്ചക്കറിയുടെ കൂടെ തലേന്ന് മേടിച്ച മുരിങ്ങയ്ക്കായും അതിനും 2 ദിവസത്തേക്ക് മുന്നേ കിട്ടിയ പച്ചമാങ്ങയും ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കൊഞ്ചിനെ കണ്ടപ്പോൾ ഒത്തിരി ആലോചിച്ച് നിൽക്കേണ്ടി വന്നില്ല എന്ത് കറി വെക്കുമെന്ന്. മുരിങ്ങയ്ക്കായും പച്ചമാങ്ങയൊക്കെ ഇട്ടൊരു ഒഴിച്ചേറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറല്ലേ. മാങ്ങ ഒരെണ്ണേ എടുത്തോളൂ, മുരിങ്ങയ്ക്ക പിന്നെ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് എടുക്കാം. അന്നേരം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക, മാങ്ങ, കൊഞ്ച്, 3-4 പച്ചമുളക്, പിന്നെ തേങ്ങ എടുക്കുമ്പോൾ അതിനകത്ത് 5-6 കൊച്ചുള്ളിയും കൂടെ വേണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ചട്ടിയിലോട്ട് മുരിങ്ങയ്ക്കായും കൊഞ്ചും പച്ചമുളകും പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് തിളക്കട്ടെ. ഒരു തിള വന്നാൽ മതിയെന്നേ. എന്നിട്ട് ആ അടപ്പൊന്ന് മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ദാന്നും പറഞ്ഞാൽ അതങ്ങ് വെന്ത് വരും. അന്നേരം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിള വരാൻ വേണ്ടി വെക്കാം. കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഒഴിച്ചേറി എന്ന് പറയുമ്പോൾ ഒന്ന് ഒഴിക്കാൻ വേണമല്ലോ. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒടുവിലായിട്ട് കടുവും കൂടെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട ഒഴിച്ചേറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒഴിച്ചേറിയും കൂട്ടി മാത്രം ചോറുണ്ടാവെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇച്ചിരി മുളകിട്ട മീൻചാറും കൂടെ പുരട്ടി കഴിച്ചാലുണ്ടല്ലോ സൂപ്പറാ.